ഇത് ബാങ്ക് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം സാധാരണ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തുമ്പോഴാണ് ED അന്വേഷണം കൊണ്ട് ഇറങ്ങുന്നത്. ഇത് കേരള ഗവൺമെന്റ് ഒരു പ്രതിസന്ധിയിലെത്തിയപ്പോഴാണ് ED അന്വേഷണം കൊണ്ട് ഇറക്കിയത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ലോ, ഒരു പൊളിറ്റിക്കൽ നെക്സസ് ഉണ്ട്, ഒരു അവിശുദ്ധ രാഷ്ട്രീയ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ED ഇറങ്ങിയിരിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാവും. അതുകൊണ്ടാണ് കേരള ഗവൺമെന്റിനെ രക്ഷിക്കാൻ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് നടന്മാരുടെ വീട്ടിൽ, സിനിമാ താരങ്ങളുടെ വീട്ടിൽ ED കയറുന്നതെന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞാൽ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നമസ്കാരം. VD സതീശന്റെ ഈ വാക്കുകൾ ഏറെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോഴാണ് സാധാരണ ED റെയ്ഡ് ഉണ്ടാവുകയെന്ന് ഏവർക്കും അറിയാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട വിഷയം കേന്ദ്രത്തിനെതിരെ തിരിയുമ്പോഴാണ് ED റെയ്ഡ് വരിക. ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ED റെയ്ഡ് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് പറയുന്നത് പോലും ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് എന്ന് ഓർക്കണം. ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി തന്നെയാണ് പറയുന്നത് EDയെ കൊണ്ടുവന്ന് താരങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് കേരളത്തിലെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. EDയുടെ തലപ്പത്താരാണ്? പിണറായി വിജയൻ അല്ലല്ലോ. EDയുടെ തലപ്പത്ത് കേന്ദ്ര സർക്കാർ അല്ലേ? നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിലുള്ള ഒരു ഏജൻസിയാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ട് ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ വീട്ടിൽ റെയ്ഡ് നടത്തണമെങ്കിൽ കേന്ദ്ര സർക്കാർ വിജയിക്കണ്ടേ? കേന്ദ്ര സർക്കാർ വിചാരിക്കണ്ടേ? അല്ലാതെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചാൽ ED റെയ്ഡ് നടക്കില്ലല്ലോ. ഇത് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം പോലും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇയാൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് ഒടുവിൽ കേരളത്തിലെ BJPക്ക് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJP പലപ്പോഴും ഈ കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ കൊണ്ട് പ്രതിരോധത്തിലാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇതാ സുരേഷ് ഗോപി തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു, സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, സംസ്ഥാന സർക്കാരിനെ രക്ഷിച്ചെടുക്കാൻ, പിണറായി വിജയനെ രക്ഷിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയതാണ് ED റെയ്ഡ്. ED റെയ്ഡ് എന്ന പേരിലെ പ്രഹസനം നടത്തിയത് പിണറായിക്ക് രക്ഷയ്ക്കായി. പോരെ പൂരം. പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തെ കൃത്യമായി എടുത്തു. ആ വിഷയത്തെ കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. VD സതീശന്റെ സാധാരണ പ്രസംഗങ്ങൾ നമുക്കറിയാം. ഒരു തെരുവ് പ്രസംഗം പോലെയാണ് VD സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോഴും പറയുന്നത്. എല്ലായിടത്തും ഒരേ ശരീരഭാഷ. തെരുവ് പ്രസംഗം ആയിരുന്നാലും, നിയമസഭയിലെ പ്രസംഗമായിരുന്നാലും, മാധ്യമങ്ങൾക്ക് മുന്നിലെ വാർത്താ സമ്മേളനമായിരുന്നാലും എല്ലാം ഒരേ ശൈലി. പക്ഷേ ഇന്നത്തെ VD സതീശന്റെ ഈ പ്രസ്താവനയും ഈ വാക്കുകളും കൃത്യമായി തന്നെയാണ് ഇന്ന് സ്കോർ ചെയ്തത് VD സതീശനാണ്. ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം തന്നെയാണ് VD സതീശൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിച്ചത്. ഇതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമാണ്. സ്വർണ്ണക്കൊള്ള കത്തി നിൽക്കുന്ന സമയത്താണ് അമിത്ഷായെയും നരേന്ദ്രമോദിയും കാണാൻ പിണറായി എത്തിയത്. അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ED റെയ്ഡ് താരങ്ങളുടെ വീട്ടിൽ നടന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ദിവസത്തെ മുഴുവൻ വാർത്തയും അത് തന്നെയായിരുന്നു. അപ്പോൾ പിണറായിയെ രക്ഷിച്ചെടുക്കാൻ അമിത്ഷായും മോദിയും രംഗത്ത് വന്നോ? ഇതിനെ സുരേഷ് ഗോപി വിമർശിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ഈ പെരുംകൊള്ള, ആ പെരുംകൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണോ താരങ്ങളുടെ വീട്ടിലെ ED റെയ്ഡ്? സുരേഷ് ഗോപിയുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനുണ്ട്, സംസ്ഥാനത്തെ BJP നേതൃത്വത്തിനുണ്ട്.